നമസ്കാരം, സ്വാഗതം. നമസ്കാരം. മഹേഷ് കുഞ്ഞുമോന്റെ പ്രകടനങ്ങൾ ഞാൻ സ്റ്റേജിൽ ലൈവ് കണ്ടിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പരിപാടികൾ അവതരിപ്പിച്ച് ആദ്യം ഇത്രത്തോളം ജനകീയനായ മറ്റൊരു കലാകാരനില്ല. അതിൻ്റെ ഒരു ഫസ്റ്റ് ആള് നിങ്ങളാണ്. കാരണം കോവിഡ് കാലം വന്നു. ഓൾറെഡി ഇവിടെ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ മിമിക്രി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ മഹേഷിനെ നമ്മൾ ആദ്യം കാണുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാണ്. ഒപ്പം അതിനൊരു വലിയ അപ്രീസിയേഷൻ കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു സ്റ്റേജിൽ ഒരു 10,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റത്തിലോ ഒരു TV-യിൽ ഒരു വീട് മുഴുവൻ കേൾക്കുന്ന സൗണ്ട് സിസ്റ്റത്തിലോ അല്ല മഹേഷിന്റെ മിമിക്രി മുഴുവൻ മലയാളികൾ കേട്ടത്. ഒരു മൊബൈൽ ഫോണിന്റെ 1 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള സ്പീക്കറിലൂടെയാണ്. ആ സ്പീക്കറിലൂടെ കേട്ടിട്ട് ഓരോ ശബ്ദവും മലയാളികൾ ഇത്രമേൽ കൃത്യമായി അടയാളപ്പെടുത്തിയെങ്കിൽ മഹേഷിന്റെ പ്രതിഭ വളരെ വലുതാണ്. വന്നതിൽ വളരെ സന്തോഷമുണ്ട് മഹേഷ്. മഹേഷേ, അതായത് ഇപ്പോൾ അദ്ദേഹം പിഷാരടി പറഞ്ഞതുപോലെ അതിനകത്ത് ഈ പറയുന്ന ചെറിയ ഇതിലൂടെ നിങ്ങളുടെ സൗണ്ടും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ വലിയൊരു സ്ക്രീനിൽ വരുമ്പോൾ എന്തായിരിക്കും അതിന് ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും യുവർ പെർഫോമൻസ് ആൻഡ് യുവർ എബിലിറ്റി ആൻഡ് യുവർ എവറിത്തിങ് ഈസ് വെരി ഫൈൻ ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ ഓൾ ദീസ് തിങ്സ്. വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് ചേട്ടാ. ഫണ്ട്സ് അപ്പോൺ ടൈമിൻ്റെ ഈ ഫ്ലോറിൽ എന്നെ വിളിച്ചതിൽ. സത്യം പറഞ്ഞാൽ ഞാൻ രമേശ് ചേട്ടൻ്റെ ഫ്രണ്ടിൽ നേരിട്ട് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു അവസരമാണിത്. അതിന് വലിയൊരു ഭാഗ്യം ഉണ്ടാകും. പിന്നെ ഭീമൻ്റെ ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എവിടെ സ്വന്തം സ്ഥലം എവിടെ? എൻ്റെ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിന്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത സാധനം എന്താണ്? ലേറ്റസ്റ്റ് ഇപ്പൊ എല്ലായിടത്തും വൈറലായത് പിണറായി സാറും മോദിജിയും കച്ചാപതം പാട്ട് പാടിയതാണ്. നമുക്ക് പിണറായി സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശൈലി, വളരെ പതുക്കെ ഓരോ സെന്റൻസും ഗ്യാപ്പിട്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ്. അതായത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൃത്യം അടുത്തതിന്റെ ഇടയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു മീറ്റർ. അതെ. പക്ഷേ പാർട്ടി സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് വേറെ രീതിയാവും. അപ്പൊ ഇച്ചിരി ഫാസ്റ്റ് ആവും. നിയമസഭയിൽ വേറെ രീതിയാവും. അപ്പൊ ആ 3 രീതികളും കേൾക്കാം നമുക്ക്. അപ്പൊ പാർട്ടി സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു മാസ് ഡയലോഗ് അവതരിപ്പിക്കാം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അതെല്ലാം ആ വഴിക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പിഷാരടിക്ക് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതിൽ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ കോവിഡ് കേസ് ഓരോ ദിവസത്തെ എത്ര പേർക്ക് കോവിഡ് ബാധിച്ചു എന്നുള്ള റിപ്പോർട്ട് പ്രസ് മീറ്റിൽ പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഭയങ്കര പതുക്കെ, കാരണം ഒട്ടും സന്തോഷമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇങ്ങനെയായിരിക്കും. ഇന്ന് 43,550 പേർക്ക് പുതുതായി രോഗബാധ ഉണ്ടായത്. ഈ ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഒരുപാട് സമയം സാർ എടുക്കും. മോദിജി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു താളമുണ്ട്. നമസ്കാർ. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിഷാരടിക്ക് ബഹുത് ഫാൻ ഹൈ. बहुत बढ़िया, थैंक यू सो मच. വേറെ ഞാൻ ഓക്കെ. രഞ്ജി പണിക്കർ സാറ് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര മസിൽ പിടിച്ച് ഫുൾ ടൈം മസിൽ ഇങ്ങനെ നെഞ്ചു പിടിച്ചായിരിക്കും അദ്ദേഹം മിക്ക ഡയലോഗുകളും. അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്ന് മസിൽ പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം വരും. പെട്ടെന്ന് ഞാനിങ്ങനെ ഒന്ന് മസിൽ പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് കടന്നു. എന്തായാലും എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ഫണ്ട്സ് അപ്പോൺ ടൈം എന്ന ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രമേശ് പിഷാരടിയായിട്ട് ഞാൻ CBFIയിൽ എൻ്റെ ആക്ടറായിരുന്നു. വളരെ നല്ലൊരു ആക്ടറാണ് അദ്ദേഹത്തിന്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടത് ഒരു കൊമേഡിയനായ രീതിയിലാണ്. പക്ഷേ സീരിയസ് ആയ റോളുകൾ അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ഇപ്പം നമ്മുടെ ഇത് രഞ്ജി പണിക്കരൻ, ഈ രഞ്ജി പണിക്കറിൻ്റെ ഈ മസിലൊന്ന് പിടിപ്പിച്ച വേറെ സ്റ്റാറിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞാൻ മസിൽ പിടിച്ചാൽ മാത്രമേ രഞ്ജി പണിക്കരേ ഉള്ളൂ. ഈ മസിലങ്ങനെ വിട്ടപ്പോൾ നമുക്ക് വേറെ
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിത്തി ജോസഫ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ 12th മാൻ ഇപ്പോൾ എൻ്റെ പുതിയ സിനിമയായിട്ടുള്ള 12th മാൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഈ ജിത്തി ജോസഫ് മസിൽ പിടിച്ച മാത്രം നമ്മുടെ രഞ്ജി പണിക്കർ ഇങ്ങനെ എന്താ പറയുക, ഈ മസിലെല്ലാം വിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ചെറിയ ചേഷ്ടകളുണ്ടാവും. അല്ല, ഞാൻ പല വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, കറക്റ്റ് മാനറിസവും ഫിഗറും കൂടി പിടിക്കാറുണ്ട്. മാത്രമല്ല ഡയാന, ഞാനൊക്കെ സ്റ്റേജിൽ പരിപാടി ശക്തമായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനുകരിക്കുന്ന മിമിക്രിക്കാരിൽ ഭൂരിപക്ഷം ആളുകൾ മറ്റൊരു മിമിക്രിക്കാരനെ അനുകരിച്ചത് കണ്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഇവരുടെ സിനിമയിലെ ഡയലോഗ് അല്ലാത്തൊരു ഡയലോഗ് പറയുക, ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നത് പോലെ പറയുക എന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ ഒരു 100% ഡീറ്റെയിലിംഗ് ഹൃദയസ്ഥമാക്കിയാൽ മാത്രം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ പഠിച്ച സിനിമയിലെ ഡയലോഗ് പറയാന്ന് പറയുന്നത് ഈ രഘുചേട്ടനും പറഞ്ഞു വന്നിട്ട് വരണം വരണം മിസ്റ്റർ ഇന്ത്യയുടെ എല്ലാവർക്കും പറ്റും. യുവതലമുറയിലെ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഇവരുടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. അല്ല, വിനീതേട്ടൻ എന്റെ ശബ്ദമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമാണ്. എന്നെ എല്ലാവരും കാണുമ്പോൾ തന്നെ വിനീതേട്ടന്റെ കാര്യം പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ മൂക്കിലാണ് വിനീതേട്ടൻ ഇരിക്കുന്നത്. മൂക്കിൽ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോ ചെറുതായിട്ട് മൂക്കൊന്ന് അടഞ്ഞപ്പോ അതിൽ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇതെന്റെ ശബ്ദമാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കടഞ്ഞാൽ വിനീതേട്ടൻ്റെ വോയിസിലേക്ക് കിടക്കാം. പിഷാരടി ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയാ, ഇങ്ങനത്തെ ഒരു ഫൺസ് അപ്പോൺ ടൈം എന്നൊരു ഫ്ലോറിൽ വരാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. രവിചേട്ടാ എന്തൊക്കെയുണ്ട്, സുഖമാണോ? ഞാൻ രവിചേട്ടാന്ന് വിളിക്കാറില്ല, രഘു അങ്കിൾ എന്നാ വിളിക്കുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഡയാനെ കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷം. അപ്പൊ ഇത് വിനീതേട്ടനല്ലേ? ഈ വിനീതേട്ടൻ ഒന്ന് അമർത്തി സംസാരിച്ച വേറെ, കാരണം ഇതിനകത്ത് വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ വിനീതേട്ടൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ വിനീതേട്ടൻ നിങ്ങളുടെ ഇവിടെ ആണെങ്കിലാണ് നമ്മുടെ ബാബുരാജേട്ടനാവണേ. അല്ല, ബാബുരാജേട്ടനാവണമെങ്കിൽ നമ്മൾ രഞ്ജിത്ത് പണിക്കർ പറഞ്ഞ പോലെ മസിൽ പിടിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന് വേണ്ടി നമുക്ക് നേരം മസിൽ പിടിക്കാം. പക്ഷേ രഞ്ജിത്ത് പണിക്കർ വരില്ല, കാരണം മൂക്കിങ്ങനെ അടഞ്ഞിരിക്കണോണ്ട്. രഞ്ജിത്ത് പണിക്കർ മൂക്ക് വിട്ടാലേ രഞ്ജിത്ത് പണിക്കർ വരുള്ളൂ. മൂക്ക് വിട്ടാലേ ലാലേട്ടൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ബാബുരാജ് എങ്ങനെയാണ്? എടാ, നിന്റെ അധ്വാനം ഇവിടെ ആരും കുറച്ച് കാണുന്നില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് പണിയത്തുള്ളവരെ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പന് വേണ്ടി ഞാൻ ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുള്ള. എടാ, അതാണ് ചെയ്സാ ഞാനും പറഞ്ഞു. എടാ, അപ്പൻ്റെ ഞാൻ എന്താണ് ഈ ഡയലോഗൊക്കെ തെറ്റിപ്പോണല്ല. എന്തായാലും എൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇത് ബാബുരാജ്, ഇത് വിനീത് ശ്രീനിവാസൻ. അപ്പൊ ഈ വിനീത് ശ്രീനിവാസനും ബാബുരാജും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ വോയിസിലേക്കാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ്. ഇവിടെ ആരും കൈയടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ആന്റണി വർഗീസിലേക്ക് ഇപ്പൊ ഇത് ശ്രീനാഥ് വാസിയാണ്. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസേഴ്സ് ഇല്ല. ഇതിലേക്ക് പോവാ. ഈ ആന്റണി വർഗീസിന് ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായി വിജയനാവും. ഈ പിണറായി വിജയൻ ഒന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സൗബിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും അറിയാമല്ലോ. പിഷാരടി എന്തൊക്കെയുണ്ട്, സുഖം വിശ്വസിക്കും. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന വേദിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈൻ എന്താ പറയുക, ആളുകൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ ന്യൂസുകൾ. ഇതിലെനിക്ക് വളരെ നല്ല കാര്യം തന്നെ, കാരണം എപ്പോഴും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വായിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ നല്ലതായിരിക്കും തോന്നിയിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സൈജു കുറുപ്പായി മാറും. ഈ സൈജു കുറുപ്പിനെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പട കുഞ്ഞപ്പനെ കയറത്തപ്പോ കാട്ട ചോരയാണ് മോത്രിച്ചത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് ഞാൻ സൈജു കുറുപ്പായി മാറുക. ഈ സൈജു കുറുപ്പിന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ കാണിച്ച ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി, വിനായകനാവും. എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ഡയാന? ഒരു പ്രത്യേക നമസ്കാരം ഡയാനക്കും ഭീമൻ രഘുചേട്ടനും പിഷാരടി ചേട്ടനും നല്ല നമസ്കാരം ഉണ്ടോ? അല്ല, ഞങ്ങളിപ്പോ നമ്മളിവിടെ വന്നേക്കുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിക്കാത്ത എന്താണ്? അല്ല, നിങ്ങൾ ചോദ്യമല്ലേ ചോദിക്കണത്? അതെ, എന്നാ നിങ്ങൾ ചോദ്യം ചോദിക്കും. ചോദ്യം. പക്ഷേ ഏറ്റവും ഇതുവരെ ഇവിടെ ചെയ്യാത്ത എന്തോ ഒരു പുതിയ ശബ്ദം ഇറക്കിയിട്ടില്ലേ? അത് ഇവിടെ ചെയ്യേണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുന്നതുണ്ടോ വല്ലതും? ജഗതി ചേട്ടന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്ന. അതെ,
അത് ഞാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ടാണ്. നോക്കാം, മോശമാണെങ്കിൽ നമുക്ക് മോശമാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, Okay. അവനെ കളഞ്ഞേക്കാം. ഓക്കെ. എത്രയോ ഹീറോമാരെ കണ്ടുവരികയാണ് ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം. പ്രേംനസീർ സാർ സെറ്റിൽ വരുന്ന ചിലർ അറിയാറില്ല. പ്രേംനസീർ സാർ വെയിറ്റ് ചെയ്യുന്ന വലിയ വിഷയമൊന്നുമല്ല. അതേ കാത്തിരിക്കുന്നതിന് പരിവപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിവപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിൻ്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. കലാകാരൻ ഞാൻ പറയില്ല. സത്യം. താങ്ക് യു. വിജയ് സേതുപതിനെ ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ, അനുകരിക്കുമല്ലോ. ഇമിറ്റേറ്റ് ചെയ്യാം. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പ്ലീസ്. எல்லாருக்கும் வணக்கம். நான் விஜய் சேது பேசுகிறேன். ரொம்ப நல்லா இருக்கு. உங்களை பேர் டயானா தானே? ஆமாம். நான் பார்த்துருக்கேன், டிவியில் பார்த்துருக்கேன். ரொம்ப நல்லா ஆங்கரிங் பண்ணுங்க, ரொம்ப நல்லா இருக்கு. என்ஜாய் பண்ணுங்க, ஓகேவா? பிசாரி சேட்டா, எப்படி இருக்கீங்க? സൗഖ്യമാ இருக்கு. சௌக்கியமா இருக்கீங்களா? நான் CBI 5 பார்த்துருக்கேன். ரொம்ப நல்லா ஆக்டு. பின்ன நம்ம என்ன எனக்கு மைண்டில் ஒன்றுமே ஓடல. ஏன்னா எனக்கு மலையாளத்தில் பேசுறது ரொம்ப கஷ்டம் தான். ஏன்னா ரொம்ப சந்தோஷமா இருக்கு. ரொம்ப தேங்க்யூ.